കോൺഫിഡൻറ്റ് മൂവി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല നമുക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ടൊന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഹിഡനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സിനിമ വരുന്നത്. ആൻഡ് ഈ സിനിമയുടെ ബിഹൈൻഡ് ആൻഡ് നമ്മൾ ഓൺ സ്ക്രീൻ കാണാൻ പോകുന്ന കുറച്ച് പേരെയാണ് ഇനി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുള്ളത്. വിളിക്കണ്ടേ? നിങ്ങൾ എന്തായിരുന്നു വിളിക്കട്ടെ? വിളിക്കട്ടെ? ഇവിടുന്നൊക്കെയോ വിളിച്ചോന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള കുറച്ച് പേരുണ്ട്. അതിന് മുമ്പ് ഇവിടെ മാർവൽ ഫാൻസ് ഒക്കെ ഉണ്ടോ? നമ്മുടെ മാർവൽ ഫാൻസ് ഉണ്ടോ ഇവിടെ? മാർവൽസ് അങ്ങനെയുള്ള ഇന്റർനാഷണൽ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കേരള മൂവിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 21. സോ അതിന്റെ ബിഹൈൻഡ് കപ്പിത്താൻ എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം കേട്ടോ. ലെറ്റ്സ് വെൽക്കം അവർ ഡയറക്ടർ മിസ്റ്റർ അരുൺ ചന്തു. പ്ലീസ് വെൽക്കം സർ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പടം നീ എന്നെ കണ്ടിട്ടില്ലല്ലോ. കണ്ട ഒരുപാട് പേരുണ്ട്. പ്രീമിയർ ഓൾറെഡി നമ്മൾ വാച്ച് ചെയ്ത ഒത്തിരി പേരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം അനദർ സ്റ്റാർ. എനിക്ക് തോന്നുന്നു പേഴ്സണൽ ലൈഫിലും കരിയറിലും ഒക്കെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് നല്ല സിനിമകൾ, കിങ് ഓഫ് നൃത്തം മുതൽ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗഗനാചാരിയാണ്. ലെറ്റ്സ് വെൽക്കം ഗോകുൽ സുരേഷ്. പ്ലീസ് വെൽക്കം. ഒരു ഹിറ്റ് ബസ് അടുത്ത ഹിറ്റിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആർട്ടിസ്റ്റാണ് ഇനി നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നത്. പാട്ട് പാടിയ ആള് ചുറ്റിക്കല്ലേ ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം എന്ന് വിളിക്കട്ടെ ഞാൻ. സോ ലെറ്റ്സ് വെൽക്കം അനാർക്കലി മരിക്കാൻ. കണ്ണുമൂക്കിങ്ങനെ പല ഭാഗത്തായി നിന്ന് ഒരു വല്ലാത്ത പോലെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് നൗ ഒരു സിനിമയാകുമ്പോൾ അതിന്റെ ബിഹൈൻഡ് ഒത്തിരി പേര് വേണമെന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്രൊഡ്യൂസറാണ് ഒബ്വിയസ്ലി. ആൻഡ് ഇവിടെ നമ്മുടെ അജിത് വിനായക ഫിലിംസ് ആൻഡ് നമുക്ക് പ്രൊഡ്യൂസർ ഇവിടെ ഇല്ല, പക്ഷെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണുള്ളത്. ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച സിനിമയാണ്. ഒരുപാട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സിനിമയാണ്. ആൻഡ് അതിന്റെ ഡയറക്ടർ പ്ലസ് നമ്മുടെ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മിസ്റ്റർ കൃഷാൻ. പ്ലീസ് വെൽക്കം സർ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഗണേഷേട്ടനെ, അതോടൊപ്പം തന്നെ അജിച്ചേട്ടനെ. ബട്ട് ഈ വീഡിയോ ഒക്കെ അവർ കണ്ട് സന്തോഷിക്കുന്നു വിചാരിക്കണം. ആൻഡ് നൗ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ ചോദിക്കാം അല്ലേ, എന്താണ് ഗഗനാചാര്യൻ നമുക്ക് സമ്മാനിക്കാൻ പോകണമെന്ന് ചോദിക്കാം. റെഡിയല്ലേ? യെസ്. സോ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് നമ്മുടെ ഡയറക്ടറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ്. ഹലോ, താങ്ക് യു ഫോർ കമ്മിങ്. നമ്മുടെ ഒരു ഫൈനൽ ട്രെയിലർ റിവ്യൂലാണ് നടക്കുന്നത്. സോ കുറച്ച് കണ്ടന്റ് ഓൾറെഡി ഔട്ടാണ്. പിന്നെ നമ്മുടെ സോങ്സും ഓൺലൈൻ ആയിട്ടുണ്ട്. എല്ലാവരും സോങ്സ് കാണാൻ കേൾക്കുക. നമ്മുടെ ഫൈനൽ ട്രെയിലർ കണ്ടിട്ട് എന്താ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ DM ചെയ്യാം. താങ്ക് യു. ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് എക്സ്പെരിമെന്റലിനേക്കാൾ കൂടുതൽ ഒരു സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി മാത്രം ചെയ്ത സിനിമയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ പല ആളുകളും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പല റിവ്യൂസിലും. ആൻഡ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? അവിടെ ഒരു ഫൺ ഫിലിം മൂവിയാണ്, എക്സ്പെരിമെന്റിലാണ്. പക്ഷെ എന്നാലും കുറേ സില്ലി ജോക്സ് ഒക്കെ ഉള്ള കുട്ടികൾക്കും മേബി MCU DC ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്നൊരു മൂവി കൂടെയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ നമുക്ക് അടുത്ത ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. ഏലിയനെ ഇൻവൈറ്റ് ചെയ്യണോ അതോ ഏലിയനെ കല്യാണം കഴിച്ചോണ്ടിരുന്നാണോ ചോദിച്ചത് നമുക്ക് ട്രെയിലറിൽ ഒരു കുഞ്ഞു സംശയമുണ്ട്. ആരെ ഇൻവൈറ്റ് ചെയ്യണം? ഗോകുൽ സുരേഷ് ചേട്ടനെയാണ് അടുത്തതായിട്ട് നമ്മൾ മുൻപോട്ട് ക്ഷണിക്കാൻ പോകുന്നത്. പ്ലീസ് വെൽക്കം. ആൻഡ് എന്താണ് നമ്മുടെ ഗഗനാചാര്യയെ കുറിച്ചും ഈ സ്പെഷ്യൽ മൊമെന്റിനെ കുറിച്ചും ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്?
കുറച്ചുകൂടി മുൻപോട്ട് വരും. യെസ്. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ പാപ്പൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ലാസ്റ്റ് പോയത് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്ത സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ്. ഞങ്ങൾ അന്ന് OTT വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം അതിൻ്റെ പ്രിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾ ഗിവ് അവേ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ജെന്യുവനായിട്ടുള്ള പ്രേക്ഷകൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയേറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നത്. യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമ അല്ലല്ലോ. ഒരു ഇപ്പോൾ നിങ്ങൾ സയൻസ് ഫിക്ഷൻ, ഏലിയൻ എൻകൗണ്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വേറൊരു ആംഗിൾ ചിത്രീകരിക്കുന്ന എനിക്ക് തോന്നുന്നത് വളരെ സില്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഫൺ നിങ്ങൾ ഒരു 2 hours താഴെയാണ് സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാഗേജും കൂടാതെ അവിടെ വരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചിരിയും തമാശകളും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനചാരി. അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നൊരു വേറെ ഒരു എക്സ്പീരിയൻസ് തരുന്നതും ഏലിയൻ എൻകൗണ്ടറിൻ്റെ വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കാറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ ക്ലീഷയിൽ മാറി നിന്നിട്ട് എന്നാൽ അതും ഉൾക്കൊള്ളിച്ച് തന്നെ ഉള്ളൊരു സിനിമയാണ് ഗഗനചാരി. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലേ. സിനിമ എങ്ങനെ എന്ത് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പോകണമെന്നതിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടി. ആൻഡ് നൗ വിളിക്കാല്ലേ. യെസ്, ലെറ്റ്സ് വെൽക്കം അനാർക്കലി മലക്ക. പ്ലീസ് കൈയിടിയുടെ ഒരു എനർജി കുറവുണ്ടല്ലോ. എന്താ പറയണ്ടത്? എങ്ങനെയുണ്ട് ഗഗനചാരി? എന്ത് വിശേഷമാണ് ഞങ്ങളടുത്ത് പറയാനാണ്? ഗഗനചാരിയെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി തീരത്തില്ല. 2020 തുടങ്ങിയ ശേഷം അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂള് 2020 ഷൂട്ട് ചെയ്ത്, സെക്കൻഡ് ഷെഡ്യൂള് 2021. ഇത് ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്. ഇത്രയും നേരം അതിനെ പറഞ്ഞിട്ടുള്ളത് ഒരു എക്സ്പെരിമെൻ്റൽ സൈഫൈ മോക്യുമെൻ്ററി സിനിമയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഇത് തിയേറ്റേഴ്സിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കിട്ടുക. അപ്പോൾ നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇതൊരു സൈഫൈ മോക്യുമെൻ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ ഹോളിവുഡ് സിനിമാസിലൊക്കെ കാണുന്ന പോലെ വലിയൊരു പടമല്ല. നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ചെറിയൊരു പടമാണ്. ഇതൊരു ഇൻഡർസ്റ്റെല്ലാർ പോലെ ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല. ഇത് വളരെ സില്ലി ആയിട്ടുള്ള ജോക്സ് ഉള്ള, സില്ലി എന്ന് പറയുമ്പോൾ കുറേ ചളികളൊക്കെ ഉള്ള സിനിമയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നത് ചളിയൊക്കെ അടിക്കത്തില്ല, അതുപോലത്തെ കുറേ കോമഡീസ് ഉള്ള സിനിമയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ ചെയ്തതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ? വളരെ ഡിഫറെൻ്റ്. ആൻഡ് എനിക്ക് ഇത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമയാണോ എന്നും അറിയില്ല. കാര്യം ഒരു എന്താ കോമിക്സ് ഇഷ്ടപ്പെടുന്ന, മാർവൽ ഇഷ്ടപ്പെടുന്ന ഒക്കെ അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് റിലേറ്റ് ആവുക. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പണ്ട് മുതലേ സിനിമ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും. ഇതിപ്പോൾ ഒരു ഓൾഡ് ജനറേഷന് എങ്ങനെയായിരിക്കും വർക്ക് ആവുകയെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്, അവർക്കായിരിക്കും ഇഷ്ടപ്പെടാമെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു പേർപ്പസാണ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം പോയി സിനിമ കാണാൻ. നമ്മളങ്ങനെ ഭയങ്കര ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് മൈൻഡ് ബ്ലോൺ ആവാമെന്ന് വിചാരിച്ചല്ല പോകുന്നത്. ചെറിയ സിനിമ വളരെ ലളിതമായി ചിരിച്ച് കാണാൻ പറ്റുന്ന സ്ട്രെസ് ബസ്റ്റർ സിനിമയായിരിക്കും ഗഗനചാരി. ഈ ഇതിനകത്താണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ നായികയാണെന്ന് പറയും, ഇന്ന ആളിൽ കാമുകയാണെന്നൊക്കെ പറഞ്ഞ സിനിമ വരാറുണ്ട്. പ്രേതമാണോ ഇപ്പം വരുന്നത്? കണ്ടില്ല എന്ത് കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഞാൻ ആക്ച്വലി ഭയങ്കര
ഹാപ്പി ആയിരുന്നു. ഏലിയൻ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കാര്യം മലയാളത്തിൽ ഇതുവരെ ഒരു ഏലിയൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം തന്നെ എനിക്കൊന്ന് ഒരു കഥ കേട്ടിട്ട് അപ്പം തന്നെ യെസ് പറയുന്നത് ചിലപ്പം രചനാചാരിയായിരിക്കും. എനിക്ക് ഒരു രണ്ടാമത് ചിന്തിക്കേണ്ട വന്നിട്ടൊന്നുമില്ല. ഞാൻ ഓൺ സ്പോട്ട് ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ദിസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജൂൺ 21 നമ്മൾ കാണാൻ പോകുന്നത് രചനാചാരി. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ പ്രശാന്ത്. പ്ലീസ് വെൽക്കം സർ. ഹലോ എവ്രി വൺ, ഹായ്. ഗഗൻചാരി ഒരു സ്റ്റുപ്പിഡ് ഫിലിമാണ്. ആ സ്റ്റുപ്പിഡിറ്റി നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും. നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്ന രാഷ്ട്രീയവും എല്ലാം സില്ലിയാണ്, ആൾക്കാരുടെ ഇൻട്രാക്ഷൻസും എല്ലാം സില്ലിയാണ്, അതിൻ്റെ അത് സൈഫൈയും സില്ലിയാണ്. പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയ എക്സ്പീരിയൻസും ഒരു പുതിയ ഫണ്ടും ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ സിനിമകൾ ഇനി മലയാളത്തിൽ വരണമെങ്കിൽ നമ്മളത് ഇതുപോലത്തെ സിനിമകൾ വിജയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു റിക്വസ്റ്റിംഗ് ഉണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് മമ്മൂക്ക പടം ചെയ്യാൻ പോകുന്ന ആളാണ്, എന്തെങ്കിലും ചോദിക്കണേ, ഞങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോന്ന്. എന്താണ് ചോദിക്കേണ്ടത്? എന്താണ് വിശേഷം? മമ്മൂക്ക സിനിമ ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ടോ? എന്ത് പറഞ്ഞാലും അത് ശരിയാവത്തില്ല. അപ്പം പറയുന്നത് എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. അല്ല, സമയമായിട്ടില്ല, പറയാനുള്ള സമയമായിട്ടില്ല ദാസ, കുറച്ച് കഴിഞ്ഞിട്ട് പറയും. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് നല്ല വർക്ക്സിലൊക്കെ പോയി ഇനി കുറച്ച് വിഷ്വൽസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതൊന്നും താങ്ക് യു സോ മച്ച്. വരാം. സോ താങ്ക് യു. ഇതുവല്ല വർക്കൗട്ട് ആവൂടെ? ഇവന്റെ ചെയ്തല്ലേ നന്നായിരിക്കും. എടാ അല്ല, ഈ വീട്ടിലൊരു ഏലിയൻ വന്നിട്ട് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ അത് മണ്ടത്തരമല്ലേ? ആ നീ നോക്കോ, നമ്മളിത് വെച്ചൊരു കളി കളിക്കും. ആ കുറുക്കിന് പോലിരുന്ന് സൗണ്ട് ഇടും. അതെന്തിനാ? ഞെട്ടാൻ. ആ ഞെട്ടിയാ കൊള്ളാം.